കോവയ്ക്ക മെഴുക്ക് വരട്ടി മാറ്റി പിടിച്ച് നമുക്ക് കോവയ്ക്ക വെച്ച് വേറെ സംഭവം ചെയ്ത് നോക്കാം. അതിനെ കോവയ്ക്ക അവിയലെന്നോ കോവയ്ക്ക തോരനെന്നോ എന്തുകൊണ്ടാലും വിളിച്ചോട്ടോ. എന്നിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ, റൗണ്ട് ഷേപ്പ് വേണ്ട. കൂടെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കാം. എന്നിട്ടൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായി ആവിയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. എന്നിട്ട് ആവിയിൽ നന്നായി വെന്ത കോവയ്ക്കയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ച് തട്ടിപ്പൊത്തി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ആ അരപ്പ് കോവയ്ക്കയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക അവിയൽ അല്ലെങ്കിൽ കോവയ്ക്ക തോരൻ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു രസമോ ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പർ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു.